ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു. എന്നിട്ട് അവിടെ കുഴിച്ചിട്ടു. കുഴിച്ചിട്ട വീടിനകത്തെ കുഴിക്കകത്ത് 6 അടിയോ 4 അടിയോ ഉള്ള കുഴിയല്ല, നീളമുള്ള കുഴിയല്ലായിരുന്നു. കുത്തിയിരുത്തിക്കൊണ്ടുള്ള ഒരു ശവമടക്ക് തന്നെയായിരുന്നു അത്. അത് മന്ത്രവാദികൾ സാധാരണ ചെയ്യുന്നതാണ്. ആ വീട്ടിലെ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന കുറേ പൂജാ കാര്യങ്ങൾ, അവിടെ ചില വിഗ്രഹങ്ങൾ, അവിടെ ചില ചുറ്റിക, വെട്ടുകത്തി, കോടാലി, അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ പൂജയ്ക്ക് കാണാം. അതെല്ലാം അവിടെ ഉണ്ട്. 2 മുറിയിൽ പൂജ നടക്കുന്നെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കേരളം ഞെട്ടി. കാരണം നരബലി മലയാളികൾ നിർബാധം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ തുടർച്ചയായ 2ാം ദിവസവും തിരച്ചിൽ നടത്തിയിട്ടും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. മുഖ്യപ്രതി പൂജാരിയായ നിതീഷ് പോലീസിനെ കുഴപ്പിച്ച് നിരന്തരം മൊഴി മാറ്റുകയാണ്. തിങ്കളാഴ്ച രാവിലെ നിതീഷിനെ ചോദ്യം ചെയ്ത ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും നിതീഷ് മൊഴി മാറ്റുകയായിരുന്നു. പോലീസ് നായി എത്തി ഇവിടെ പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. തൊഴുത്തിൽ പരിശോധന നടത്തി ഒന്നും കണ്ടെത്താതെ വന്നതോടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കൂട്ടുപ്രതി വിഷ്ണു ഈ കാര്യം നിഷേധിച്ചു. അതിനാൽ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹം കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീടിന്റെ ഹാളിലെ തറ പൊളിച്ച് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് കുഞ്ഞിന്റെ മൃതദേഹത്തിനായി തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ ഈ ഇരട്ട കൊലപാതകം നരബലിയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ്. അതിന് അദ്ദേഹം വ്യക്തമായ തെളിവുകളും നിരത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത തെളിവുകൾ, അതുപോലെ വിജയന്റെ മൃതദേഹം അടക്കിയ രീതി, ഇതെല്ലാം ഇതിന്റെ സൂചനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നവജാത ശിശുവിന്റെ മൃതദേഹം എവിടെയെന്ന് പറയാതെ നിതീഷ് മൊഴി മാറ്റുന്നതിനും വ്യക്തമായ കാരണമുണ്ട്. അതിൽ ഒരു സൂചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ തന്നെ SN ജംഗ്ഷനിലെ ഈ സാഗര തിയേറ്ററിന് അടുത്തുള്ള ജംഗ്ഷനാണ് SN ജംഗ്ഷൻ. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അവിടെ കൊച്ചുപുരയ്ക്കൽ അന്നമ്മ എന്ന പ്രായമുള്ള ഒരു സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അവരെ കുറച്ച് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. അവരെ ഹസ്ബൻഡ് 2ാം നിലയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയാൾക്ക് മദ്യപിച്ചിട്ടായിരുന്നു ഉറങ്ങിയെന്ന് തോന്നുന്നു. അയാൾ ഈ താഴത്തെ നിലയിലെ മർഡർ അറിഞ്ഞില്ല. ഏതായാലും അത് ഒരു ക്ലൂവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുശേഷം നാട്ടുകാരും പോലീസും ഒക്കെ ഹസ്ബൻഡിലേക്ക് സംശയം നീളുന്നതുകൊണ്ടായിരിക്കാം, സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നെന്നും പറയുന്നു. എന്തായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ഇവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പോലീസ് ഇതിന് ശേഷം അതിലേക്ക് ഇവരെ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യണം. കസ്റ്റഡി കിട്ടിയില്ലെങ്കിലും ജയിലിൽ പോയി ചോദ്യം ചെയ്യാൻ സാധിക്കും. ആ ആളിൻ്റെ കൊലപാതകത്തിൽ അവിടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവരെ ഫിംഗർ പ്രിന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആ കേസുകൂടെ ഇതിനൊപ്പം തെളിയും എന്നാണ് കരുതുന്നത്. കാരണം ഇവർ മോഷണക്കാരാണ്, കൊലപാതകളാണ്, നരബലി നടത്തുന്നവരാണ്. ആരെ വേണമെങ്കിലും കൊല്ലുന്നതിന് ഇവർക്ക് മടിയില്ല. പണം കിട്ടാൻ വേണ്ടി എന്ത് പ്രവൃത്തി ഇവർ ചെയ്യും എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു വസ്തുത.